ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിലെ പച്ചക്കറിത്തോട്ടം കണ്ടാലോ? ഉമ്മയും പാപ്പയും നേരം പോക്കിന് ഇറങ്ങിയതാണ്. ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. കോവയ്ക്കയാണ് മെയിൻ. ഇഷ്ടം പോലെ കോവയ്ക്കുണ്ട്. പുറത്തു നിന്ന് നോക്കിയാൽ അധികം കാണില്ല, അടുത്ത് നിന്ന് നോക്കിയാൽ നിറച്ച് പിടിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു പാത്രം നിറച്ച് കോവയ്ക്ക കിട്ടി. പാത്രം നിറച്ച് കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇരുമ്പും പുളി. പലതരത്തിലുള്ള മുളക് ചെടികളുണ്ട് കേട്ടോ. കാന്താരി മുളക് കൂടാതെ ഇഞ്ചി, കൂർക്ക, ചീര തുടങ്ങിയവയുണ്ട്. ഇത് വെള്ളച്ചീരയാണ്. വെള്ളച്ചീര എല്ലാം വെള്ളച്ചീരയുണ്ട്. വെള്ളച്ചീര. ഉമ്മ രാവിലെ തന്നെ ഇറങ്ങി ഇന്നത്തെ ഉച്ചയൂണിനുള്ള സാധനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചുമന്ന ചീര. ഇന്നലെ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കൊലയുണ്ടല്ലോ, അതങ്ങ് ഒടിഞ്ഞു വീണു കേട്ടോ. ഇതാ, പക്ഷെ വിളഞ്ഞതാണ് കേട്ടോ. കറിവേപ്പില അടുക്കളയുടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് നല്ല മണമായിരിക്കും. കറിവേപ്പിലയുടെ ഇലയൊക്കെ ആയത് നല്ല മണം നമുക്ക് അടുക്കളയിലേക്ക് നല്ല മണം അടിച്ച് കറിവേപ്പിലയുടെ. കോവയ്ക്ക് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും അധികം വരുന്നത് നമ്മൾ ഇതറിയാവും, അരിഞ്ഞ് നമ്മൾ ഉണക്കാൻ വയ്ക്കും. എന്നിട്ട് ഉണക്കാൻ വെച്ചിട്ട് കോവയ്ക്ക കൊണ്ടാട്ടം എന്ന് നമ്മൾ പറയും. അതുപോലെ ചക്കക്കൊക്കെ നമ്മൾ ഉണക്കി വെച്ചിട്ട് എടുക്കുന്നതാണിത്. ഇത് നമ്മളിങ്ങനെ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ കോവയ്ക്ക് എന്താ പറയുക, നമ്മൾ എണ്ണ കിട്ടി ജസ്റ്റ് ഒന്ന് കൊണ്ടാട്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടിപൊളിയായിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഈ കാണുന്നതാണ് ഇടിച്ചക്ക. നമ്മൾ ഈ വെജിറ്റബിൾസിനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണ്ട ഈ വളമൊക്കെയാണ് നമ്മൾ വെജിറ്റബിൾസിനും ഈ ചെടികൾക്കും ഒക്കെ ഇട്ടുള്ളത്. ഇത് കണ്ട അടുത്ത വളം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇതിലാണ് നമ്മൾ വേസ്റ്റ്, കിച്ചണിലെ വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് നിന്നാണ് നമ്മൾ ആ വളം എടുക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കൊച്ചു പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങൾ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ ബൈ.